കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കളഭാലങ്കാരം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് തൊഴാൻ പോണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. നമുക്ക് ഗുരുവായൂരപ്പൻ്റെ ഇന്നത്തെ ആ കളഭാലങ്കാരം, അതായത് ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്ന് ആരായിട്ടാണ് ശ്രീലകത്ത് നിൽക്കുന്നത് ഭക്തരെ നോക്കിയിട്ട് ഇന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷയാണ് നമ്മുടെ ഉള്ളിലേ. അപ്പോൾ നമുക്ക് ശ്രീലകത്തേക്ക് നോക്കാൻ വേണ്ടി പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കിഴക്കേ നടയിൽ വന്നിട്ട് ഗണപതി അമ്പലത്തിൽ വന്ന് വിഘ്നേശ്വരൻ്റെ അനുഗ്രഹം വാങ്ങിയിട്ട്, ഏത് കാര്യത്തിനും മുൻപിൽ വിഘ്നേശ്വരനെ പ്രീതിപ്പെടുത്തണമല്ലോ. അപ്പോൾ ആ വിഘ്നേശ്വരൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങി നമുക്ക് നേരെ ഗുരുവായൂരപ്പൻ്റെ ഗോപുരവാതിൽ തുറന്നിട്ട് അതിയേനെ പോവാം. അങ്ങനെ ആ വാതിൽപ്പടിയുടെ അവിടെ എത്തി. ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്. നല്ല തിരക്കാണ്. നല്ല തിരക്കാന്ന് പറഞ്ഞാൽ നല്ല തിരക്ക്. അത്യാവശ്യം കല്യാണമുണ്ട്, എല്ലാം കൊണ്ടും തിരക്ക് തന്നെയാണ്. അവധിയും ദിവസമൊക്കെ അല്ലേ, അത് കാരണം നല്ല തിരക്കാണ്. അപ്പോൾ ആ കൊടിമരത്തിൻ്റെ അധീനയാണ് വിടുന്നത് മൊത്തം. രാവിലെ ഒന്നും ടോക്കനും സ്പെഷ്യൽ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് VIP ദർശനമൊന്നുമില്ല. എന്നാലും നല്ല തിരക്ക് തന്നെയാണ്, ജനറൽ ക്യൂ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും തൊഴാൻ പോവാം. എല്ലാവരും കൂടെ പോരൂ. അങ്ങനെ നമ്മൾ കയറുമ്പോൾ തന്നെ ആ ഇടതുവശത്തേക്ക് നോക്കിയിട്ട് നാരായണീയൻ രചിച്ച മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കാം. അതുപോലെ വലതുവശത്ത് ആ തൂണ് നോക്കിയിട്ട് ഒന്ന് തൊഴാം. അങ്ങനെ തൊഴുത് ഇങ്ങനെ നോക്കുമ്പോൾ ശ്രീലകത്തേക്ക് നോക്കിയാൽ നല്ല വെളിച്ചം ഇങ്ങനെ കാണാം, സ്വർണ്ണപ്രഭ. അപ്പോൾ അങ്ങനെ കണ്ട് നമ്മളിങ്ങനെ നോക്കി നോക്കി നടക്കുമ്പോൾ ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ കാൽപാദങ്ങൾ കാണാം. കാൽപാദങ്ങൾ കാണുമ്പോൾ എന്താ, കാൽത്തളകൾ അണിഞ്ഞിട്ടിങ്ങനെ പൊന്നുണ്ണി 2 കാലായിട്ട് ഇങ്ങനെ നിൽക്കണു. 2 കാലിൻ്റെ മുകളിൽ നോക്കുമ്പോൾ താഴത്തു നിന്ന് ഇങ്ങനെ നോക്കി വരുമ്പോൾ പട്ടൊക്കെ മഞ്ഞപ്പട്ടൊക്കെ ഞൊറിഞ്ഞെടുത്ത് ചുവന്നൊരിതുകൊണ്ട് അങ്ങനെ ഞൊറിഞ്ഞെടുത്ത് ആ ചെറിയൊരു കുമ്പൊക്കെ ഉണ്ട്. ആ കുമ്പയുടെ മുകളിൽ ആ കിങ്ങിണി, അരമണി കിങ്ങിണിയൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ മേലേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ മാറത്തത് ആ ഒരു സ്വർണത്തിൻ്റെ മാങ്ങാമാല പോലെ ഒന്ന് ചാർത്തിയിട്ടുണ്ട്. ഒരു വളയം പോലത്തെ മാല ഉണ്ട്. അങ്ങനെ പിന്നെ കൈവളകൾ ചാർത്തിയിട്ടുണ്ട്, തോൾവളകളുണ്ട്, ചെവിയിൽ ചെവിപ്പൂക്കളുണ്ട്. അങ്ങനെ കയ്യിലേക്ക് നോക്കിയാലോ, ഒരു കയ്യിൽ ഇടത്തെ കയ്യിൽ ഓടക്കുഴലുണ്ട്, വലത്തെ കയ്യിൽ എന്താ തെച്ചിപ്പൂവാണല്ലോ പിടിച്ചെണ്ണ്. തെച്ചിപ്പൂവാണ് കേട്ടോ ഒന്ന് കയ്യിൽ, വലത്തെ കയ്യിൽ തെച്ചിപ്പൂവാണ്. എവിടുന്നാ കിട്ടിയാണ് ആവേശതാമ കൊടുത്തതാവും അണിയിച്ചൊരുക്കിയപ്പോഴേ. ഓടക്കുഴൽ സന്തത സഹചാരിയായ ഓടക്കുഴൽ കയ്യിൽ കൊടുത്തു. അത് കൂടാതെ അവിടുന്ന് എവിടുന്നോ പറിച്ചതാണ് തോന്നുന്നുണ്ട്. ഒരു തെച്ചിപ്പൂവ്, ഒരു കൊല തെച്ചിപ്പൂവാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഗോപീതിലകം വെച്ചിട്ടുണ്ട്, തിരുമുടിമാല കെട്ടിയിട്ടുണ്ട്. ആ പീലി തിരുമുടി ഇങ്ങനെ കെട്ടിയിട്ട് പീലിയൊക്കെ കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. 2 പീലി തിരുമുടി ഉണ്ട്, 2 തിരുമുടിമാലയാണ്. തെച്ചിയും തുളസിയായിട്ടുള്ളതും തുളസിയും ആ വെളുത്ത പൂവായിട്ടുള്ളതും. അങ്ങനെ 2 തിരുമുടിമാലകളുണ്ട്. ഉണ്ടമാലകൾ തെച്ചിയും തുളസിയും ഒരു റോസ് വർണ്ണമുള്ള പൂവും കനകാമ്പരം അങ്ങനെയുള്ള പൂവായിട്ടുള്ളതും തെച്ചിയും തുളസിയായിട്ടുള്ളതും. അങ്ങനെ 2 ഉണ്ടമാലയുണ്ട്. പിന്നെ മുകളിലേക്ക് നോക്കിയാൽ വിധാനമായിട്ട് 3-4 തുളസിമാല ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അങ്ങനെ ആ ഉണ്ണിക്കണ്ണൻ ആ ശ്രീലകത്ത് ഇങ്ങനെ നമ്മളെ നോക്കി ചിരിച്ച് നിൽക്കുക, പുഞ്ചിരിയോടെ നിൽക്കുകയാണ്. എൻ്റെ ഭക്തരൊക്കെ വരട്ടെ, എന്നെ കാണട്ടെ, എല്ലാവരും കണ്ടോളൂ. പൂവ് വേണ്ടവർക്ക് പൂവ് വാങ്ങാം കേട്ടോ. കുറേ ഇതളൊക്കെ ഉള്ള പൂവാണ്, തെച്ചിപ്പൂവാണ്. എന്താ ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇന്ന് പൂവാണുള്ളത്. ഇന്നലെ കദളിപ്പഴമായിരുന്നു. അപ്പോൾ ഇന്നലെ ഒരു കദളിപ്പഴമായിരുന്നു, ഇന്നിപ്പോൾ ഒരു കൊല പൂവാണ്. അപ്പോൾ വേണ്ടവർക്കൊക്കെ ഓരോ പൂവ് കൊടുക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് നിൽക്കുന്നത്. ഓടക്കുഴൽ തരില്ല കേട്ടോ, അത് മൂപ്പരെന്നെ പിടിച്ചണം. അപ്പോൾ എന്തായാലും എല്ലാവരും ആ ശ്രീലകത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചോളൂ. നമ്മളിപ്പോൾ ഗുരുവായൂരപ്പൻ്റെ തിരുനടയുടെ മുൻപിലാണ്. എന്നെ കേൾക്കുന്ന എല്ലാവരും ഇപ്പോൾ നമ്മൾ ആ ഗുരുവായൂരപ്പൻ്റെ മുന്നിലാണ്. ഇപ്പോൾ ഗുരുവായൂരപ്പനെ കാണുകയാണ്. അപ്പോൾ എല്ലാവരും കണ്ടോളൂ, മനസ്സ് നിറഞ്ഞ് തൊഴുതോളൂ, പ്രാർത്ഥിച്ചോളൂ. അങ്ങനെ പ്രാർത്ഥിച്ച് നമ്മൾ ഇറങ്ങുകയാണ് അവിടുന്ന്. സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങി നേരെ തിടപ്പള്ളിയിലേക്ക് നോക്കുകയാണ്.
ഗണപതി ഹോമം രാവിലെ ഉഷപൂജയുടെ സമയത്ത് ഗണപതി ഹോമം നടത്തുന്ന തിടപ്പള്ളി. അതേപോലെ ഭഗവാന് നേദ്യങ്ങൾ തയ്യാറാക്കുന്ന എല്ലാ നേദ്യങ്ങളും അപ്പവും അടയും പാൽപ്പായസവും ഒക്കെ അവിടെ തയ്യാറാക്കുന്ന ആ തിടപ്പള്ളിയിലേക്ക് നോക്കി തൊഴുക. അങ്ങനെ തൊഴുത് പിന്നെ സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് നേരെ വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് വരാം. അവിടെ നല്ല ക്യൂ ആണെന്ന്. എന്നാലും ആ ഭണ്ഡാരത്തിൻ്റെ അധീനം കയറിയാലേ വിഘ്നേശ്വരനെ കാണാം. നിറയെ അലങ്കാരമായിട്ടാണ് വിഘ്നേശ്വരൻ ഇരിക്കുന്നത്. ഞായറാഴ്ചയായിട്ട് നന്നായിട്ടുള്ള അലങ്കാരമായിട്ടാണ്. കളവം കൊണ്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. തുമ്പിക്കൈ അതേമാതിരി അത് പൊട്ടൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. വലിയ പൊട്ടുകളൊക്കെ അണിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ സരസ്വതി ദേവീനെ നോക്കാം. സരസ്വതി ദേവിയുടെ ഫോട്ടോൻ്റെ മുകളിലൊരു തുളസിമാല ഉണ്ട്. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമേ സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ കണ്ട് തൊഴുതു. ഇനി നമ്മളിങ്ങനെ ചന്ദന അരയ്ക്കുന്ന സ്ഥലമൊക്കെ നോക്കി കണ്ട് ഇങ്ങനെ വരികയാണ്. ചെറിയ ഗണപതിയുടെ വിഗ്രഹം കാണാതെ തൊട്ട് തലോടിയിട്ട് അങ്ങനെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള ആ രൂപങ്ങൾ ഓരോന്നോരോന്നായി കാണാം. അത് കഴിഞ്ഞാൽ നേരെ മേൽശാന്തിയുടെ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. പ്രസാദമൊക്കെ വാങ്ങി നേരെ കുറച്ചും കൂടി ഇങ്ങോട്ട് നടന്ന അനന്തപത്മനാഭസ്വാമിയെ കാണാം. നിറയെ തുളസി കൊണ്ട് അലങ്കരിച്ചിട്ടാണ് അനന്തപത്മനാഭസ്വാമി ഇരിക്കുന്നത്. അങ്ങനെ കിടക്കുകയാണ്. ലക്ഷ്മി വിളക്കിൽ നിറയെ നെയ്യുണ്ട്. നെയ്യ് വിളക്ക് ഇങ്ങനെ നന്നായിട്ട് കത്തണം. അവിടെ നിന്ന് പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് തിരിഞ്ഞ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് നമുക്ക് സാഷ്ടാംഗം നമസ്കരിക്കാം. അങ്ങനെ നമസ്കരിച്ച് എല്ലാ കാര്യങ്ങളും മുൻവശത്ത് പറയാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പറയാം. അങ്ങനെ പറഞ്ഞ് നമ്മൾ വീണ്ടും ഇങ്ങോട്ട് തിരിഞ്ഞ് കയറുമ്പോൾ ബാക്കി ആ ശ്രീരാമസ്വാമി, ബലരാമനും പരശുരാമനും ഒക്കെ ആയിട്ടുള്ള ബാക്കിയുള്ള കൽക്കി വരെയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ഓരോന്നോരോന്നായി കാണാം. അങ്ങനെ ഇങ്ങോട്ട് എത്തി കോർണർ എത്തുന്നതിൻ്റെ മുൻപ് കൃഷ്ണനെ കാണാം. കൃഷ്ണൻ എന്ന് ആ തുളസിമാല അതിൽ ചാർത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നേരെ മുരുകനെ കണ്ട് തൊഴാൻ ഭസ്മം കൊണ്ടുള്ള അലങ്കാരമൊക്കെ ഇട്ട് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് കുറച്ച് കുങ്കുമമുണ്ട്, ഒരു വെറ്റിലമാലയുണ്ട്. അപ്പോൾ അവിടുന്ന് അതൊക്കെ എടുത്ത് തൊഴാം. പിന്നെ രാധാകൃഷ്ണ വിഗ്രഹങ്ങളും ഒക്കെ ഇങ്ങനെ കാണാം. ഓരോ സൈഡിലുള്ള വിഗ്രഹങ്ങൾ ഓരോന്നോരോന്നായി കണ്ട് നമ്മൾ ശ്രീകോവിലിൻ്റെ ഓവിൻ്റെ അവിടെ എത്തി. ആ ഓവിൻ്റെ അവിടെ എത്തിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞാൽ നേരെ ഗ്രില്ല് കഴിഞ്ഞ് നേരെ ഉള്ളിലേക്ക് വന്ന നമ്മുടെ കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കാണാം, കണ്ട് തൊഴാം. അങ്ങനെ തൊഴുത് ആ മണിക്കിണർ നോക്കി തൊഴാം. അത് കഴിഞ്ഞാലോ നമ്മുടെ നൃത്തറയിലേക്ക് നോക്കിയാൽ അവിടെ ആ വിളക്ക് ഇങ്ങനെ കാണാം. അപ്പോൾ നമ്മുടെ പൊന്നുണ്ണി അവിടെ കളിക്കുന്നതായിട്ട് ഇങ്ങനെ സങ്കല്പിച്ച് നോക്കൂ. എന്താ രസം, ആൾ ചാടി കളിക്കുന്ന ആ ഒരു കാഴ്ച അങ്ങനെ കാണുക എന്ന് വെച്ചാൽ എന്താ, മനസ്സുകൊണ്ട് അങ്ങനെ സങ്കല്പിച്ചാൽ അങ്ങനെ ഉണ്ട്. അങ്ങനെ കണ്ട് തൊഴുത് നേരെ കുറൂരമ്മേനെയും ഒക്കെ കണ്ട് വടക്കേ നടയിലൂടെ പുറത്തേക്ക് ഇറങ്ങാം. അങ്ങനെ ഇറങ്ങി വരുമ്പോൾ വീണ്ടും പ്രസാദ കൗണ്ടറിൽ നിന്ന് പ്രസാദം വാങ്ങാം, ചന്ദനം വാങ്ങാം, അതേപോലെ തീർത്ഥങ്ങളൊക്കെ വാങ്ങാം. അങ്ങനെ വാങ്ങിയിട്ട് നമുക്ക് എടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാൻ പോവാം. ഭഗവതിയുടെ അടുത്ത് എത്താൻ കുറച്ച് സമയം പിടിക്കും, കാരണം നല്ല തിരക്കുണ്ട് അവിടെ. അപ്പോൾ അങ്ങനെ നിന്ന് ഭാഗത്തൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ നോക്കി അങ്ങനെ ഭഗവതിയുടെ അടുത്ത് എത്തിയിട്ട് ഭഗവതിയെ കാണാം. ഭഗവതി ഇന്നിങ്ങനെ വെളുത്ത ഇതൊക്കെ മുണ്ട് പോലത്തെ പാവുമുണ്ട് പോലത്തെ മുണ്ടൊക്കെയാണ് ചുറ്റിയിട്ടുണ്ട്. അതിൻ്റെ മേലെ ചുവന്നൊരു ഇതും ചുറ്റിയിട്ടുണ്ട്. പിന്നെ വലിയ വട്ടത്തിലുള്ള പൊട്ട് വെച്ചിട്ടുണ്ട്. ഗോളകയൊക്കെ ഇറക്കിയിട്ട് നന്നായിട്ടുള്ള അലങ്കാരത്തിലാണ് ഭഗവതി അമ്മ കാത്തിരിക്കുന്നത് മക്കളെ കാണാനായിട്ട്. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ തൊഴുത് അങ്ങനെ അങ്ങോട്ട് പോരുമ്പോൾ ആ കോർണറിലെത്തുമ്പോൾ മമ്മിയൂരപ്പനെ നോക്കി തൊഴാം. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലുക. അങ്ങനെ ജപിച്ച് മമ്മിയൂരപ്പനെ പ്രണമിക്കുക. അത് കഴിഞ്ഞാൽ നേരെ കൊടിമരം കാണാം. കൊടിമരത്തിൻ്റെ അധീനം ഇങ്ങനെ വരുമ്പോൾ മഞ്ചാടിക്കുരുവൊക്കെ കളിക്കണ കുട്ടികളെടുത്തിട്ട് വലിയ ആൾക്കാരും ഉണ്ട്. അതേമാതിരി
ആൾരൂപ വഴിപാടിൻ്റെ അവിടെയൊക്കെ ധാരാളം ആളുകളുണ്ട് കേട്ടോ. നല്ല തിരക്ക് തന്നെയല്ലേ അവിടെ. മഞ്ചാടി ഇപ്പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. അതെന്താ വെച്ചാൽ അവിടെ ഗ്രില്ലിട്ട കാരണേ, അപ്പോൾ അവിടുന്ന് മഞ്ചാടിയൊക്കെ എടുക്കാൻ വിളക്ക് കത്തിക്കാൻ മാത്രമാണ്, അത് അവരോട് ചോദിച്ചാൽ മാത്രമേ വിടുള്ളൂ. വിളക്ക് കത്തിക്കുന്ന സ്ഥലം വേറെ സ്ഥലത്താണ്. അങ്ങനെ നമ്മൾ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് ഒന്നും കൂടി നമ്മൾ ആ പൂവ് പിടിച്ച് പൊന്നുണ്ണിക്കണ്ണന് വലത്തെ കയ്യിൽ പൂവ് പിടിച്ച് ഇടത്തെ കയ്യിൽ ഓടക്കുഴലും പിടിച്ച് നിൽക്കുന്ന നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനെ ഒന്നുകൂടി കാണാനുള്ള ആകാംക്ഷയോടെ ഒന്ന് ചാടി നോക്കേണ്ടി വരും. അങ്ങനെ നോക്കിയിട്ട് വരുമ്പോൾ കാണാം. അങ്ങനെ കണ്ട് ആ കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് നമസ്കരിച്ച് നേരെ കൂത്തമ്പലത്തിൻ്റെ അവിടേക്ക് വരാം. കൂത്തമ്പലത്തിൻ്റെ രഹസ്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അവിടെ ഇലഞ്ഞിമരമായിരുന്നു എന്നും ആ ഇലഞ്ഞിമരത്തിൻ്റെ അവിടെ നിന്നാണ് മാനവേദ മഹാരാജാവിന് വില്യമംഗലം പറഞ്ഞിട്ട് ഉണ്ണിക്കണ്ണൻ ദർശനം നൽകിയത് എന്നൊക്കെ ആ കൂത്തമ്പലത്തിൻ്റെ അത്രയും പരിശുദ്ധിയുള്ള സ്ഥലമാണ്. അപ്പോൾ ആദ്യം ഇലഞ്ഞിമരമായിരുന്നു, അത് കഴിഞ്ഞ് പിന്നെ തേക്കിൻ്റെ തടിയും ഒക്കെ വെട്ടിയിട്ട് വലിയൊരു തേക്കിൻ്റെ തടി ഉണ്ട് അതിൻ്റെ മുകളിൽ എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അത് ഇറക്കണം എന്നുണ്ടെങ്കിൽ അത് ഇറക്കാൻ പറ്റുന്ന തച്ചന് ആ കൂത്തമ്പലത്തിൻ്റെ അളവ് അറിയാം എന്ന് ഉള്ള ആ ഒരു കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ അവിടെ നമ്മൾ തൊഴുത് നേരെ അയ്യപ്പൻ്റെ അവിടേക്ക് വരാം. അയ്യപ്പൻ്റെ അവിടെ വന്നാൽ അയ്യപ്പൻ്റെ അവിടെ നിന്ന് വലിയ തിരക്കൊന്നുമില്ല. അയ്യപ്പസ്വാമിയെ കണ്ട് തൊഴാം. ചന്ദനം കൊണ്ടുള്ള അലങ്കാരമായിട്ടാണ് ഇരിക്കുന്നത്. മാലയൊക്കെ ചാർത്തിയിട്ട് ഇങ്ങനെ ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേസ്തുഭ്യം നമോ നമ. അങ്ങനെ ആ ഭൂതനാഥനെ വണങ്ങി ഒന്ന് പ്രദക്ഷിണമായിട്ട് നമ്മൾ പടിഞ്ഞാറ നടയിലേക്ക് എത്തുകയാണ്. പടിഞ്ഞാറ നടയിൽ വന്ന നേരെ ദീപസ്തംഭത്തിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ നമ്മളെ ആ വേണുഗോപാല സ്വരൂപം കാണാം. അതുപോലെ ആ കൊടിമരത്തിൻ്റെ മുകളിലേക്ക് നോക്കിയാലും കാണാം മുരളീധരനായിട്ടുള്ള ആ വേണുഗോപാല സ്വരൂപത്തെ. അപ്പോൾ കണ്ട് വണങ്ങുക. അപ്പോൾ ഇന്നത്തെ ദിവസവും നമ്മൾ ഗുരുവായൂരപ്പനെ കണ്ടു. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ അവിടെ നിന്ന് നടയിൽ നിന്ന് കണ്ടു തൊഴുതു എന്ന് എല്ലാവരും സങ്കല്പിക്കുക. എന്നെ ശ്രവിക്കുന്ന എല്ലാവരും അങ്ങനെയാണ് ആ സമയത്ത് നമ്മൾ എത്തുകയാണ്. അവിടെ പോകുന്ന അതേപോലെ ഞങ്ങളുടെ പ്രതീക്ഷിക്കുക. അപ്പോൾ നമ്മളവിടെ എത്തിയ അനുഭവമാണ്. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.